ഹലോ മൈ ഡിയർ ലേണേഴ്സ്, ഇന്ന് നമുക്ക് ഇന്ത്യൻ റൈറ്റിങ്ങിലെ ഫിക്ഷൻ ഉണ്ടല്ലോ, അതിൽ ഹംഗ്രി ടൈഡ് എന്നുള്ള ഒരു നോവലുണ്ട്. അമിതവ് ഘോഷ് എഴുതിയിട്ടുള്ള നോവലാണ് ഹംഗ്രി ടൈഡ്. അത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹംഗ്രി ടൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോവൽ റിട്ടൺ ബൈ അമിതവ് ഘോഷ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് 2004 ഇനി ഈ നോവലിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സുന്ദർബൻസ്, അവിടുത്തെ ഒരു മാൻഗ്രോവ് ഫോറസ്റ്റിലാണ്. കണ്ടൽക്കാടുകൾ എന്ന് പറയുമല്ലോ, അവിടെയാണ് ഈ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ബേ ഓഫ് ബംഗാളിലുള്ള ഒരു മാൻഗ്രോവ് ഫോറസ്റ്റാണ് ദ സുന്ദർബൻസ്. ഇത് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ആ ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു നോവലിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ നോവൽ പറയുന്നത് ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് 3 people ഫ്രം ഡിഫറെൻറ്റ് വേൾഡ്സ്. അതായത് പല സന്ദർഭങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള 3 വ്യക്തികളുടെ കഥയാണ് ഇതിൽ പറയുന്നത്. അതിൽ PR റോയ്, ഇവർ ഒരു യങ് അമേരിക്കൻ മറൈൻ ബയോളജിസ്റ്റാണ്. അടുത്ത ക്യാരക്ടർ കെനായ് ദത്താണ്. ഇദ്ദേഹം ഒരു മിഡിൽ ഏജ് ട്രാൻസ്ലേറ്റർ ഫ്രം ഡൽഹി. ആൻഡ് ഫോക്കിർ, ഹി വാസ് എ യങ് ഇല്ലിറ്ററേറ്റ് ഫിഷർമാൻ ഫ്രം സുന്ദർബൻസ്. അപ്പോൾ ആരൊക്കെയായിരുന്നു ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്? PR റോയ്, കെനായ് ദത്ത്, ദെൻ ഫോക്കിർ. അപ്പോൾ PR റോയ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ മറൈൻ ബയോളജിസ്റ്റാണ്. കെനായ് ദത്ത് ഒരു ട്രാൻസ്ലേറ്ററാണ്. ഫോക്കിർ ഒരു ഇല്ലിറ്ററേറ്റ് ഫിഷർമാനുമാണ്. അപ്പോൾ ഈ PR റോയ് ഈസ് ഇൻ ദ സുന്ദർബൻസ്. അവർ സുന്ദർബൻസിലേക്ക് വരികയാണ്. എന്തിനാണ് വരുന്നത്? ടു സ്റ്റഡി ഇറാപാഡി ഡോൾഫിൻ. അതായത് ഒരു ഡോൾഫിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ് അവർ ഇവിടേക്ക് വരുന്നത്. ഈ ഡോൾഫിൻ ഇറ്റ് ഈസ് എ റെയർ ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. റെയർ ആയിട്ടുള്ളതും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഡോൾഫിൻ്റെ സ്പീഷീസാണ്. ആൻഡ് ഷീ ഈസ് അക്കമ്പനീഡ് ബൈ ഹർ 2 assistants, നീൽ ആൻഡ് നിർമ്മൽ. ഈ PR റോയുടെ ഒപ്പം അമേരിക്കയിൽ നിന്നും അവരുടെ 2 അസിസ്റ്റൻസും കൂടി വന്നിട്ടുണ്ട്. അവരുടെ പേരാണ് നീൽ ആൻഡ് നിർമ്മൽ. ഇനി കെനായ് ദത്ത് എന്നുള്ള അടുത്ത ക്യാരക്ടർ, അയാൾ സുന്ദർബൻസിലേക്ക് വന്നിട്ടുള്ള എന്തിനാണ്? ടു വിസിറ്റ് ഹിസ് അങ്കിൾ ആൻഡ് ഓണ്ട് ഹു ഹാവ് ബീൻ ലിവിങ് ദർ ഫോർ മെനി ഇയേഴ്സ്. കെനായ് ദത്ത് അങ്കിളിനെയും ആൻറ്റിയും കാണാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഇവർ ഈ അങ്കിൾ ആൻഡ് ഓണ്ട് ഹു ഹാവ് ബീൻ ലിവിങ് ദർ ഫോർ മെനി ഇയേഴ്സ്, അവർ വളരെ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഫോക്കിർ ഇസ് എ ഫിഷർമാൻ ഹു ലിവ്സ് വിത്ത് ഹിസ് വൈഫ് മോയിന ആൻഡ് ദർ യങ് സൺ. ഇനി അടുത്ത ക്യാരക്ടറാണ് ഫോക്കിർ. അദ്ദേഹം ഒരു ഫിഷർമാൻ ആണല്ലോ. അപ്പോൾ അയാളും അയാളുടെ ഭാര്യയായ മോയിനയും അവരുടെ ഒരു മകനുമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് സുന്ദർബാനിൽ. പിയ ആൻഡ് കെനായ് മീറ്റ് ഓൺ ദ ട്രെയിൻ ടു ക്യാനിങ്, എ സ്മോൾ ടൗൺ ഓൺ ദ എഡ്ജ് ഓഫ് സുന്ദർബാൻസ്. അപ്പോൾ ഇതിൽ ഈ പിയയും കെനായും ഒരു ട്രെയിനിൽ വെച്ചാണ് മീറ്റ് ചെയ്യണത്. അവർ ക്യാനിങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, സുന്ദർബാൻസിലുള്ള ഒരു ചെറിയ ടൗണാണ് ഈ ക്യാനിങ്. അവിടേക്ക് പോകുന്നതിനിടയിൽ ആ ഒരു ട്രെയിൻ യാത്രയിൽ വെച്ച് പിയ ആൻഡ് കെനായ് മീറ്റ് ചെയ്യണം. ദേ ആർ ബോത്ത് ഇമ്മീഡിയറ്റ്ലി ഡ്രോൺ ടു ഈച്ച് അതർ. അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ പരിചയത്തിലാവുന്നു. അവരുടെ ഡിഫറെൻറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരും പല ബാക്ക്ഗ്രൗണ്ടുള്ള പേഴ്സണാലിറ്റീസൊക്കെ ആണെങ്കിലും അവർക്ക് പെട്ടെന്ന് തന്നെ രണ്ടുപേരെയും പരസ്പരം മനസ്സിലാക്കാനും രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി. ആൻഡ് ദേ ഇവൻച്വലി ട്രാവൽ ടു ദ സുന്ദർബൻസ് ടുഗദർ വേർ ദേ മീറ്റ് ഫോക്കിർ. അപ്പോൾ ഇവർ രണ്ടുപേരും സുന്ദർബാൻസിൽ എത്തണു. അവിടെ വെച്ചിട്ട് ഈ ഫോക്കിറിനെയും മീറ്റ് ചെയ്യണം. ആൻഡ് ഫോക്കിർ ഹി എഗ്രീസ് ടു ഹെൽപ്പ് പിയ വിത്ത് ഹെർ റിസർച്ച്. അവിടെ വെച്ചിട്ട് ഫോക്കിർ ഈ പിയയെ അവളുടെ റിസർച്ചിൽ ഹെൽപ്പ് ചെയ്യാം എന്ന്
എന്താണ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. ആൻഡ് ഹീ ക്വിക്ക്ലി ബിക്കംസ് എ ക്ലോസ് ഫ്രണ്ട് ടു ബോത്ത് പിയ ആൻഡ് കാനൈ. അങ്ങനെ ഈ ഫോക്കിർ ഇവർ രണ്ടുപേരുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പിലായി. അപ്പോൾ ഈ 3 പേരും നല്ല ഫ്രണ്ട്സായി. And the 3 friends spend many days exploring the Sundarbans together, and they learn about the social life, they learn about the local wildlife, their culture, and they develop a deep respect for the Sundarbans and its people. അപ്പോൾ അവർ കുറേ ദിവസങ്ങളോളം അവിടെ സ്പെൻഡ് ചെയ്യണ മാത്രമല്ല, അവരവിടെയുള്ള ആൾക്കാരെക്കുറിച്ചും അവരുടെ ലൈഫിനെക്കുറിച്ചും അവരുടെ കൾച്ചറിനെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുകയും അങ്ങനെ സുന്ദർബാൻസ് എന്ന ആ പ്രദേശത്തെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ആൾക്കാരെയും ഇവർക്ക് ഇഷ്ടമായി. And their relationship, it is not without its challenges. Pia and Kanai are both attracted to Fokir, but they know that they cannot be with him. അപ്പോൾ ഈ പിയയ്ക്കും കാനയ്ക്കും ഒരുപോലെ ഫോക്കിറിനെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അവർ മനസ്സിലാക്കുകയാണ് ഫോക്കിർ ഇല്ലാണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഫോക്കിർ ഈസ് ഇല്ലിറ്ററേറ്റ് ആൻഡ് ഫ്രം ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്. ഹീ ഈസ് ഓൾസോ മാരീഡ്. ആൾ ഇവരെ പോലെയല്ല, ഇല്ലിറ്ററേറ്റ് ആണ്. ഇവരെക്കാൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ക്ലാസ്സിൽ നിന്നാണ് അയാൾ വരുന്നത്. ഒപ്പം അയാൾ മാരീഡുമാണ്. അപ്പോൾ ഈ ഒരു ചലഞ്ചസൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിയ ആൻഡ് കനായ് ആൻഡ് ഫോക്കിർ ഫോം എ സ്ട്രോങ് ബോണ്ട്. ഇവർ തമ്മിൽ നല്ല ഒരു ബോണ്ട് അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആൻഡ് ദേ ലേൺ ഫ്രം ഈച്ച് അതർ ആൻഡ് ഹെൽപ്പ് ഈച്ച് അതർ ടു ഗ്രോ ആൻഡ് ചേഞ്ച്. അവർ പരസ്പരം 3 പേരിൽ നിന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഇനി അവർക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിത് ചെയ്തത് ശരിയായില്ല, അങ്ങനെ അവരിൽ തന്നെ ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുകയും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റോറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ നോവൽ എൻഡ് ചെയ്യണത് പിയ ലീവിങ് ദ സുന്ദർബാൻസ് റിട്ടേൺ ടു ഹെർ ലൈഫ് ഇൻ അമേരിക്ക. അങ്ങനെ ഒടുവിൽ ഇവരുടെ റിസർച്ചൊക്കെ കഴിഞ്ഞു. പിയ സുന്ദർബാൻസിൽ നിന്നും അവരുടെ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാനായ് ഓൾസോ ഡിസൈഡ്സ് ടു ലീവ്, ബട്ട് ഹി വാസ് ടു റിട്ടേൺ ടു ദി സുന്ദർബാൻസ് വൺ ഡേ. കാനായും അവിടുത്തെ അങ്കിളുടെ മാൻഡേയും കാണാൻ വന്നതല്ലേ, അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അവരും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പക്ഷേ കനായ് ഒരു ഇത് കൊടുക്കുന്നുണ്ട്, എന്തായാലും ഒരിക്കൽ ഞാൻ സുന്ദർബാൻസിലേക്ക് തിരിച്ചു വരും. ഫോക്കിർ റിമെയിൻസ് ഇൻ ദ സുന്ദർബാൻസ് വേർ ഹി കണ്ടിന്യൂസ് ടു ലിവ് എ സിമ്പിൾ ബട്ട് ഫുൾഫില്ലിംഗ് ലൈഫ്. ഫോക്കിർ മാത്രമാണ് അവിടെ തന്നെയുള്ള ആൾ. അപ്പോൾ അയാൾക്ക് ഇവിടെ എങ്ങോട്ടും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാളുടെ ഇവർ ഇല്ലാത്ത ഒരു ലൈഫിലേക്ക് തിരിച്ചു വന്നു. അവിടെ അയാൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അയാളുടെ ജീവിത രീതി അയാളും തുടർന്നു. അപ്പോൾ ഈ ഒരു ഹംഗ്രി ടൈഡ് എന്നുള്ള സ്റ്റോറി ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. 3 പല തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ പല ആവശ്യങ്ങൾക്കായിട്ട് ഒരു സ്ഥലത്ത് വരുന്നു. അവർ പരസ്പരം മീറ്റ് ചെയ്യണു, ഫ്രണ്ട്സ് ആവണു, കുറേ ദിവസങ്ങൾ അവർ ഒരുമിച്ച് അവിടെ സ്പെൻഡ് ചെയ്യണു. അവസാനം അവരവരുടെ ജോലി കഴിഞ്ഞ് തിരിച്ച് എല്ലാവരും സ്വന്തം നാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. ഇതൊരു കോംപ്ലെക്സ് ആൻഡ് ബ്യൂട്ടിഫുള്ളി റിട്ടൺ നോവൽ ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റോറി അബൌട്ട് ലവ്, ലോസ് ആൻഡ് റിഡംഷൻ. ഇതിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മനസ്സിലാക്കലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്റ്റിംഗ് നേച്ചർ ആൻഡ് ദ പീപ്പിൾ. പ്രകൃതിയെയും ഒപ്പം അവിടെ അതിനോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരെയും റെസ്പെക്റ്റ് ചെയ്യുന്നതും അതിനെയൊക്കെ സ്നേഹിക്കുന്നതും ഉള്ള കാര്യങ്ങൾ ഈ നോവലിൽ പറയുന്നുണ്ട്. ഇനി ഇത് കൂടാതെ മനുഷ്യരും നേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഇത് ഈ ഒരു നോവലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സോഷ്യൽ ഇന്നീക്വാളിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ കനായും ഫോക്കിറും അതുപോലെ പിയും ഇവർ ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ആ ഇന്നീക്വാളിറ്റി അവർ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ആ ഒരു ഇന്നീക്വാളിറ്റി ഒരു ചലഞ്ചായിട്ട് മാറുന്നുണ്ട്
പിന്നെ ലവിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും പവർ നെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്റ്റിംഗ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ഓരോരുത്തരും പല കൾച്ചറിൽ നിന്ന് വരുന്നവരാണെങ്കിലും ഇതിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഒരാൾ വേറൊരാളുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹംഗ്രി ടൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മസ്റ്റ് റീഡ് ഫോർ എനി വൺ ഇൻട്രസ്റ്റഡ് ഇൻ ഇന്ത്യ, ദ സുന്ദർബാൻസ് ഓർ നേച്ചർ റൈറ്റിംഗ്. അപ്പോൾ ഇന്ത്യയെ ഇഷ്ടപ്പെടുന്നവർ, സ്റ്റോറീസ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, നേച്ചർ റൈറ്റിംഗ് ഇഷ്ടപ്പെടുന്നവർ, സുന്ദർബാൻസിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ നോവൽ ഒരു മസ്റ്റ് റീഡാണെന്ന് പറയാം. അത് വായിക്കുമ്പോഴാണ്, നോവൽ വായിക്കുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുക. നമ്മൾ വായിച്ചു കഴിഞ്ഞാലും കുറേ നാളുകളോളം അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് നമ്മളിൽ ഉണ്ടാവും. ഇനി ഇതിൽ ക്യാരക്ടേഴ്സിനെ എന്താണ് സുന്ദർബാൻസിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻസൈറ്റ്സ് ഇതൊക്കെ നമുക്ക് ഈ നോവൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതൊരു തോട്ട് പ്രൊവോക്കിംഗ് നോവലും കൂടിയാണ്. എന്താണ്, ഇറ്റ് ഈസ് എ നോവൽ ദാറ്റ് ഫോഴ്സസ് ദ റീഡർ ടു കൺഫ്രണ്ട് ദ ചലഞ്ചസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്റ്റിംഗ് നേച്ചർ. നേച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പിന്നെ സോഷ്യൽ ഇൻഇക്വാളിറ്റിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു നോവൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സമ്മറി ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വായിച്ചിട്ടാണ് ഞാൻ സമ്മറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അതല്ലാതെ സമ്മറി പറയുമ്പോൾ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുമോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാതിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ആ രീതിയിൽ ഞാൻ സമ്മറി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് അതുപോലെ തന്നെ പറയണ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി മെറ്റീരിയൽ നോക്കിയിട്ടല്ല പറയണത്, ജസ്റ്റ് അതിൻ്റെ സമ്മറി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ കമൻസൊക്കെ വിലയേറിയ കമൻസ് ഇനിയും ഉണ്ടാവണം. അപ്പോൾ കമൻസിലൂടെയാണ് എങ്ങനെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആണല്ലോ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഏത് രീതിയിൽ എടുത്താലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഇതിൽ ചേഞ്ചസ് വരുത്തണോ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിവേ താങ്ക് യു.